പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനത്തിൽ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല. യേശു പറഞ്ഞു, യേശുവിന്റെ വഴിയിൽ, യേശുവിന്റെ സത്യത്തിൽ, യേശുവിന്റെ ജീവൻ അനുഭവിച്ചു പോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് പോലെ വചനമനുസരിച്ച് കർത്താവിന്റെ കൂടെ ജീവിക്കുക എന്നാണ് അർത്ഥം. യേശു അല്ലാതെ വേറെ ആരും നമുക്ക് വഴികാട്ടി ആയിട്ടില്ല. യേശു പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല, അവൻ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. വഴിയായിരിക്കുന്ന കർത്താവിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്താൽ ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ യോനാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ നിനവിലേക്ക് ചെല്ലുക, ആ ജനം മുഴുവൻ നശിക്കാൻ പോകുന്നു. യോന കർത്താവ് പറഞ്ഞ വഴിയിൽ നിന്ന് മാറി താർശിലേക്ക് കപ്പൽ കയറി ആ യാത്ര വേറെ വഴിക്ക് വിടുകയാണ്. കർത്താവ് പറഞ്ഞ വഴിയിൽ നിന്ന് അവൻ മാറി യാത്ര ചെയ്യുമ്പോൾ യാത്രയിലേക്ക് വന്ന ആ വലിയ ദുരിതം, വലിയ പ്രശ്നം എന്താണെന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണണ്ടേ. കപ്പലിൽ കയറി, വലിയ കൊടുങ്കാറ്റടിച്ചു, കപ്പലിലുള്ള വസ്തുവകകൾ മുഴുവൻ എടുത്തു പുറത്തിട്ടു. അവനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞ വഴിയിൽ നിന്ന് വിട്ടാണ് ഞാൻ ഈ കപ്പലിൻ്റെ അകത്ത് കയറിയത്. അവർ ഭയങ്കര വിഷമത്തോടു കൂടെ ആ മനുഷ്യനെ കൈയും കാലും തൂക്കി കടലിലേക്ക് എറിഞ്ഞ്, അപ്പോൾ ഒരു മത്സ്യം വന്ന് അവനെ വിഴുങ്ങി നിനവയുടെ തീരത്തേക്ക് കൊണ്ടുപോകുന്നു. കർത്താവ് പറഞ്ഞ വഴിയിൽ നിന്ന് മാറിയാൽ എന്തു വലിയ പ്രശ്നമാണ് ജീവിതത്തിൽ, എന്തു വലിയ പ്രശ്നമാണ് കുടുംബത്തിൽ, എന്തു വലിയ പ്രശ്നമാണ് സമൂഹത്തിൽ. നീ കർത്താവിന്റെ വഴി വിടുമ്പോഴല്ലേ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു വരുന്നത്. കർത്താവിന്റെ വഴിയിൽ നിന്ന് ആര് വ്യതിചലിച്ചോ അവിടെയെല്ലാം വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ കർത്താവിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നാലുണ്ടല്ലോ, വഴിയിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വലിയ ദൈവപ്രവൃത്തിയും നടത്തും. നിനവയിൽ വന്ന യോന അവിടുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. രാജാവടക്കം ചാക്കൊടുത്തു ചാരം പൂശി ആ രാജ്യത്തിലുള്ള ജനങ്ങൾ മുഴുവനും അനുദപിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ അത്രയും ലക്ഷം പേര് മാനസാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവ വഴിയിൽ നിന്ന് നമ്മൾ മാറരുത്. ദൈവമാണ് നമുക്ക് വഴി തന്നത്. വഴി പറഞ്ഞു തന്ന ദൈവം, വഴിയായിരിക്കുന്ന കർത്താവ് ജീവന്റെ വഴിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുകയാണ്, ഞാൻ പോയി വീണ്ടും വരും. എന്തിനാ? നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന്. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആകേണ്ടതിനാ ഞാൻ വരുന്നത്. അതുവരെയും നിങ്ങൾ എൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. അനേകരെ എൻ്റെ വഴിയിലേക്ക് ചേർക്കണം. അനേകരറിയണം ഈ വഴിയാണ് സത്യം. ഈ വഴിയിലൂടെ പോകാതെ ആർക്ക് നിത്യതയിലേക്ക് എത്താൻ പറ്റില്ലെന്ന്, ആർക്ക് യേശുവിനെ കാണാൻ പറ്റില്ലെന്ന്, ആർക്ക് യേശുവിനെ അനുഭവിക്കാൻ പറ്റില്ലെന്ന്. ഇത് യേശുവിൻ്റെ വഴിയാ. ആ വഴിയിലൂടെയാണ്. അതെങ്ങനെയാ വഴിയിലൂടെ പോകാം? യേശുവിൻ്റെ വചനം നമ്മുടെ അകത്ത് നിറയുമ്പോൾ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 8-9 തിരുവെഴുത്ത് പറയുകയാണ്, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ ഹൃദയത്തിലും അധരത്തിലുമുണ്ട്. ഹൃദയത്തിലിരിക്കുന്ന വചനത്തെ നീ ധ്യാനിക്കണം. അതിന്നിട്ടോ അധരത്തിലിരിക്കുന്ന ആ വചനം, യേശു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അധരത്തിൽ ഏറ്റുപറഞ്ഞ് അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു വഴിയാ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത്. ഈ ലോകത്തിലേക്കുള്ള വഴി വിശാലമാണ്. കർത്താവിന്റെ അടുക്കിലേക്കുള്ള വഴി ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതുമാണ്. അതിലൂടെ കടന്നു പോകുന്നവരോ വളരെ ചുരുക്കമാണ്.
കടന്നു പോകുന്നതോ അത് നിത്യതയിലേക്കുള്ള വഴിയാണ് പ്രിയമുള്ളവരെ. അവിടെ നമുക്ക് എത്തണ്ടേ? അവിടെ എത്തണമെങ്കിൽ ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം. വേറൊന്നും നമ്മൾ പഠിക്കേണ്ട, വേറൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട. യേശു കർത്താവ് പറഞ്ഞ വചനത്തിന് ജീവനുണ്ട്. ആ ജീവൻ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ വെളിപ്പെടും. ആ വെളിപ്പെടുന്ന വചനമാണ് നമ്മളെ വഴി നടത്തുന്നത്. കർത്താവ് നടത്തുന്ന വഴിയിൽ നമ്മൾ പോകണം. നമ്മൾ സ്വന്തമായിട്ടുള്ള വഴികളെല്ലാം വിട്ടുകളയണം. യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇന്ന് പ്രഭാതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.